നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ സോയാബീൻ ഉപ്പേരിക്ക് റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ട്. ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് വാഷ് ചെയ്യും. സോ ഇന്ന് ഞാൻ സോയാബീൻ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ അത് വെള്ളത്തിലേക്ക് എത്രയാവും എത്ര നമുക്ക് ഇടും. അതിലേക്ക് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ടേസ്റ്റ് കിട്ടും. കുറച്ച് സോ ഇപ്പോൾ ഞാനിത് നൈസായിട്ട് ഒരു പ്രാവശ്യം ഇത് സോയാബീൻ നമ്മുടെ ഹെൽത്തേക്ക് കുറച്ച് നൈസ് ഉണ്ട് ഫ്രണ്ട്സ്. ഇത് കുറച്ച് ഹെൽത്തി ആണ് നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പൂജ വൺസ് അഗെയിൻ വെൽക്കം ചെയ്യും നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിലേക്ക്. സോ ഇന്ന് ഞാൻ സോയാബീൻ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ സോ ഞാൻ എങ്ങനെ സോയാബീൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും ഫ്രണ്ട്സ്. സോ നിങ്ങളെ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കണിക്ക് പ്രസ് ചെയ്യൂ, അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ. സോ ഇപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ചൂടാവണം. പിന്നെ അതിൽ നമുക്ക് സോയാബീൻ വെക്കാം. സോ സോയാബീൻ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. സോ വെള്ളം നമ്മുടെ നൈസായിട്ട് ചൂടായിട്ടുണ്ട്, ഞാൻ ഗ്യാസ് ഓഫ് ആക്കി. ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സോയാബീൻ വെക്കാം അങ്ങനെ. സോ അത് കുറച്ച് സോഫ്റ്റ് ആവും. കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നത്, സോ ഞാൻ കുറച്ചിന് എടുത്തിട്ടുണ്ട്. സോ ഇതിപ്പോ നമുക്ക് കുറച്ച് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അത് നൈസായിട്ട് സോഫ്റ്റ് ആവും. പിന്നെ ഞാൻ ഇന്ന് സോയാബീന് ഡ്രൈ ഉപ്പേരി ഉണ്ടാക്കുന്ന പോകുന്ന ഫ്രണ്ട്സ്. സോ നിങ്ങളുടെ ഫുള്ള് വീഡിയോ നോക്കൂ. സോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ സോയാബീൻ നൈസായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് വാഷ് ചെയ്തിട്ട് എടുക്കാം. സോ സോയാബീൻ ഇപ്പൊ നമുക്ക് കുറച്ച് വാഷ് ചെയ്യാം. ഇത് കുറച്ച് ചൂട് വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ, അത് കുറച്ച് കല്ലിനിട്ട് നമുക്ക് കുറച്ച് കൂള് വെള്ളം ഇടാം. ഇതില് സാധാ വെള്ളം നമ്മുടെ ചൂടിന്റെ. ഇത് സോയാബീൻ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് നൈസായിട്ട് തന്നെ വാഷ് ചെയ്യണം, കുറച്ച് 2-3 പ്രാവശ്യം, അല്ലെങ്കിൽ ഇതിൽ ഒരു മണം ഉണ്ടാവും, അതൊക്കെ വരും. സോ അത് നമുക്ക് കഴിക്കാം. ഇത്തിരി ചിലവർക്ക് ഇഷ്ടാവില്ല ഫ്രണ്ട്സ്. സോ നമുക്ക് ഇത് കുറച്ച് 2-3 പ്രാവശ്യം വാഷ് ചെയ്യണം. നോക്കൂ, കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നേ മതിയാവും നമുക്ക്. ഇപ്പൊ രാത്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നേ, അത് മതിയാവും നമുക്ക്. കുറച്ച് പിന്നെ അങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം അങ്ങനെ മാറ്റി വെക്കണം സോയാബീൻ. സോ ഇപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് 2-3 പ്രാവശ്യം ചെയ്യാം ഫ്രണ്ട്സ്, പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ സോയാബീൻക്ക് വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുറച്ച് അങ്ങനെ മിക്സ് ചെയ്യണം, കുറച്ച് ഇത് മസാല നൈസായിട്ട് അങ്ങനെ. ഇത് ഞാൻ ഇപ്പോ ഒരു പ്രാവശ്യം മിക്സ് ചെയ്തു. ഇപ്പൊ ഇത് നമുക്ക് തന്നെ സോയാബീനിലേക്ക് അങ്ങനെ ഇടണം, പകുതി ഇടാം ഫസ്റ്റ്. പിന്നെ അത് നൈസായിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ മിക്സ് ചെയ്യണം. അത് കുറച്ച് നമ്മുടെ മസാല അങ്ങനെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന ഫ്രണ്ട്സ്. സോ നമ്മുടെ സോയാബീൻക്ക് ഉള്ളിലത്തേക്ക് കുറച്ച് മസാലക്ക് പോവും, അത് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് മസാല ഇതിൽ ഇടണം. സോ ഇപ്പൊ ഇത് ഞാൻ കുറച്ച് 10 മിനിറ്റ് വേണ്ടിയിട്ട് വെക്കാം. പിന്നെ അത് മസാല കുറച്ച് ഉള്ളിലേക്ക് പിടിക്കും, പിന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല മീൻസ് മുളക് മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ മീൻസ് അത് ഇടാം. പിന്നെ അതിൽ കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മസാല വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഉപ്പ് എടുത്ത് സോയാബീൻക്ക് അങ്ങനെ വെറുതെ വെക്കാം, പിന്നെ അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കുറച്ച് അങ്ങനെ ഇഷ്ടമാണ്. സോ ഞാൻ അങ്ങനെ കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പെടുത്ത് വെച്ചു. ഇപ്പോൾ അത് ഞാൻ കുറച്ച് അങ്ങനെ മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. അത് നേരെ ഞാൻ സോയാബീൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എന്താ നമുക്ക് വേണം അത് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കാം, കുറച്ച് സബോള തക്കാളി അതൊക്കെ. സോ ഇപ്പൊ നമുക്കത് നന്നാക്കിയിട്ട് എടുക്കാം. സോ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ ഒരു സബോള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സബോള, പിന്നെ 2 തക്കാളി, കുറച്ച് നമുക്ക് തക്കാളി കൂടുതൽ വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം നമുക്ക്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ കരിയേപ്പില, ഒരു മുളക്, പിന്നെ
മല്ലിയില. സോ ഇത് നമുക്ക് കുറച്ച് ഇത് നന്നാക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്യാമല്ല. സോ ഇപ്പൊ ഇതെല്ലാം ഞാൻ ആക്കിയിട്ട് കുറച്ച് വാഷ് ചെയ്തിട്ട് എടുത്തു. ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണം കട്ടാക്കണം. സബോള, പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങനെ വെറുതെ ലോങ് ആയിട്ട് സ്ലൈസ് ചെയ്യാം, അല്ലെങ്കിൽ മീഡിയം സൈസ് കട്ട് ചെയ്യാം. ഞാനിങ്ങനെ അങ്ങനെ ചെയ്യാന് ഫ്രണ്ട്സ്. അത് എൻ്റെ മൂഡിലേ ഉണ്ടാവും ഫ്രണ്ട്സ് നമ്മുടെ സബോളയുടെ കട്ടിങ്. സോ ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ കട്ട് ചെയ്തു. കുറച്ച് പകുതി ഉണ്ട്, അത് കൂടി കട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് വെക്കാം ഇത് സബോള. പിന്നെ ഇപ്പൊ ഇത് മുളക് ഉണ്ടെന്നാ, അത് കുറച്ച് നമുക്ക് ചെറിയ ചെറിയ കഷ്ണം ആക്കിയിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് മുളക് കൂടുതൽ ഇഷ്ടമെങ്കിൽ കൂടുതൽ ഇടാം ഫ്രണ്ട്സ്. കുറച്ച് ഞാൻ ഒരു മുളക് മാത്രം എടുത്തിട്ടുണ്ട് എന്നെ. ഇത് പിന്നെ നല്ല എരിവാണ് മുളക്. സോ ഇപ്പൊ നോക്കൂ, ഇത് ഞാൻ കുറച്ച് റൗണ്ട് ആയിട്ട് നൈസ് ആയിട്ട് കട്ട് ചെയ്തു. ഇത് കൂടി ഇവിടെ സൈഡിൽ വെക്കാം. പിന്നെ ഇത് നമ്മുടെ തക്കാളി ഉണ്ടെന്നാ, അത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്യണം നമുക്ക്. ഇത് കൂടി തക്കാളിക്ക് നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സ്, ഹിന്ദിയിലേക്ക് നമ്മുടെ എന്താ പറയുന്നത്. തക്കാളിക്ക് നമ്മുടെ टमाटर പറയും ഫ്രണ്ട്സ്. ടമാട്ടർ. സോ ഇത് കൂടി നമുക്ക് കുറച്ച് അങ്ങനെ സ്ലൈസ് ചെയ്യണം നൈസ് ആയിട്ട്. സൈഡിൽ ഇവിടെ വെക്കാം. പിന്നെ രണ്ടാമത്തെ തക്കാളി നമുക്ക് കട്ട് ചെയ്യണം. ഇത് കുറച്ച് ജ്യൂസിയാണ്. തക്കാളി നമുക്ക് കുറച്ച് കൂടുതൽ വേണം. സബോള കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് കട്ടായിട്ട് ഇവിടെ വെക്കാം സൈഡില്.
പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട്, അത് കൂടി കുറച്ച് അങ്ങനെ നൈസ് ആയിട്ട് കട്ട് ചെയ്യണം. കുറച്ച് മല്ലിയെല്ലാം കട്ടായിട്ടുണ്ട്. ഇതൊരു സബോളയുടെ കഷ്ണമാണ് ഇവിടെ വെക്കാം. പിന്നെ ഒരു കരിയേപ്പില തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്തിരി സബോള, ഇഞ്ചി, പിന്നെ ഞാൻ കുറച്ച് ചതച്ചാം. കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ കുഴപ്പമില്ല ഫ്രണ്ട്സ്. പക്ഷെ ഞാൻ എന്നെ ചതച്ച് ഇടാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചെടുത്തു. ഇപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചു, അത് കുറച്ച് ചൂടാവണം. പിന്നെ നമുക്ക് ഇതിലെ കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് അത് സോയാബീൻ ഉണ്ടേന, അത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സോ അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഡീപ്പ് ഫ്രൈ വേണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് സോയാബീൻ ഇടാം. ചൂടായിട്ട് നമ്മുടെ എണ്ണ, അത് വെള്ളത്തിലേക്ക് എത്രയാവും എത്ര നമുക്ക് ഇടണം. വെള്ളമല്ല, എണ്ണയിലേക്ക് എത്രയാവും എത്ര നമുക്ക് ഇടണം. വെള്ളം പറഞ്ഞില്ല ഞാൻ. സോ അത് കുറച്ച് നമുക്ക് ഹൈ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. അങ്ങനെ കുറച്ച് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സോ നമുക്ക് എല്ലാ സൈഡ് ഒരു കളറിന് കിട്ടും. കുറച്ച് 5 മിനിറ്റ് എടുക്കും, 4-5 മിനിറ്റ്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. സോ ഇപ്പൊ ഞാൻ കുറച്ച് ഫ്ലെയിം സ്ലോയിലാക്കാം, പിന്നെ അത് മാറ്റി വെക്കാം. ഞാൻ നോക്കൂ, നൈസായിട്ട് ഞാൻ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് സോയാബീൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഫ്രൈ ചെയ്താൽ മതി. പക്ഷെ എൻ്റെ വീട്ടില് എല്ലാവർക്കും കുറച്ച് അത് ക്രിസ്പി ആയിട്ട് ഇഷ്ടമാണ് ഫ്രണ്ട്സ്. സോ അത് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അങ്ങനെ കടക്കായിട്ട് ഫ്രൈ ചെയ്തു ഇത് കുറച്ച്. സോ ഇപ്പൊ ഇത് നോക്കൂ, നൈസായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്യും. നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ ഇത് ഇവിടെ അത് ബാക്കി ഉണ്ടായിരുന്ന അത് ഇടാം. ഇത് കൂടി കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങനെ കൂടുതൽ ക്രിസ്പി ആയിട്ട് വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാം അങ്ങനെ എന്താ പറയണേ അലക്കി കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ അങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ഇപ്പൊ ഇത് കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് ഇത് കുറച്ച് ഫ്രൈ കഴിക്കാൻ ഇഷ്ടമാണ്. സോ ഞാനത് ഉണ്ടാക്കിയിട്ട് കുറച്ച് 1-2 കഴിക്കും. പിന്നെ അത് നമ്മുടെ ഇപ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്തു ഫ്രണ്ട്സ്, അതിലേക്ക് കുറച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്തു. അതേ സമയം കുറച്ച് ഗരം മസാല ഇടുമ്പോൾ, പിന്നെ കുറച്ച് അംചൂർ പൗഡർ അല്ലെങ്കിൽ ചാറ്റ് മസാല ഇടുമ്പോൾ അത് ഒരു സൈഡ് ഡിഷ് ആവും. നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റി ഒരു സൈഡ് ഡിഷ് ആവും. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം, എങ്ങനെ നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്യണം. സോ നിങ്ങളുടെ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാ സോയാബീൻ ഫ്രൈ ചെയ്തു ഞാൻ. പിന്നെ ഇവിടെ ഞാൻ ഒരു പാനില് അത് സെയിം നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എണ്ണ കുറച്ച് ഒഴിച്ചു. കുറച്ച് 2-3 സ്പൂൺ ഉണ്ടാവും. ഇത് എണ്ണ ചൂടനെ ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്തു. സോ ഇപ്പൊ ഇതിൽ നമുക്ക് സബോള ഇടണം.
സബോള, പിന്നെ ഇത് നമ്മുടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അത് കൂടി ഇടണം. ഇത് രണ്ട് കൂടിയിട്ട് നമുക്ക് കുറച്ച് സോഫ്റ്റ് ആവും നേരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ. ഫ്രൈ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില ഇടണം. അത് ഞാൻ മറന്നുപോയി. കരിവേപ്പില ഇത് കുറച്ച് സ്ലൈറ്റ് ഫ്രൈ ചെയ്യാം ഞാൻ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് കുറച്ച് നമ്മുടെ സബോള സ്ലൈറ്റ് സോഫ്റ്റ് ആയിട്ട് കുറച്ച് ബ്രൗൺ ആവാൻ തുടങ്ങി. സോ അതേ സമയം നമുക്ക് തക്കാളി ഇടണം. പിന്നെ ഞാൻ കുറച്ച് ഇപ്പോൾ ഫ്ലെയിം സ്ലോയിലാക്കി. ഇത് കൂടി നമുക്ക് നമ്മുടെ പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇടണം. പിന്നെ നമുക്ക് കുറച്ച് പൊടി മസാല ഇടാം. പൊടി മസാലയിലേക്ക് നമുക്ക് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇടണം. അത് നിങ്ങളുടെ നോക്കിയിട്ട് ഇടണം ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് വേണം മീറ്റ് മസാല. ഞാൻ മീറ്റ് മസാല യൂസ് ചെയ്യണം ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല, ഗരം മസാല, ഏതാ മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് 1.5 ടീസ്പൂൺ ഞാൻ ഇട്ടു. ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. പിന്നെ കുറച്ച് നമുക്ക് ഉപ്പ് ഇടാം. ഉപ്പ് നമ്മുടെ സോയാബീനിൽ എടുത്തിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് നിങ്ങൾ ഇടണം ഫ്രണ്ട്സ്, മതിയാവും ഇത്തിരി. സോ ഇത് നൈസായിട്ട് ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കാം. അതെല്ലാ മസാല നൈസായിട്ട് എല്ലാ സൈഡും മിക്സ് ചെയ്യണം നമുക്ക്. നല്ല മണം വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് നമുക്കിപ്പോൾ കുറച്ച് അടച്ച് വെക്കാം. സോ അത് തക്കാളി നൈസായിട്ട് വേഗം കുറച്ച് സോഫ്റ്റ് ആവും. സോ ഇപ്പൊ ഇത് നമുക്ക് ഒരു പ്രാവശ്യം തുറക്ക നോക്കാം. പിന്നെ നോക്കൂ, ഇത് കുറച്ച് തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ കുറച്ച് അത് സ്മാഷ് ചെയ്യണം. നൈസായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ തക്കാളി. പിന്നെ അത് കുറച്ച് നമുക്ക് മസാല കുറച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യണം. സോ നമുക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ കുറച്ച് സ്മാഷ് ചെയ്തു ഞാൻ. കുറച്ച് ഇപ്പോൾ 10 മിനിറ്റ് നമുക്ക് മസാല റോസ്റ്റ് ചെയ്യണം. അടിച്ചു വെക്കാം. സോ ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. നോക്കൂ, നല്ല നൈസായിട്ട് എണ്ണയ്ക്ക് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല നൈസായിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കാം നമുക്ക്. അങ്ങനെ നോക്കൂ, നൈസായിട്ട് അത് ചട്ടിയിലേക്ക് വിട്ടു പോയി. സോ ഇത് നമ്മുടെ മസാല കുക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് അത് ഫ്രൈ ചെയ്ത സോയാബീൻ ഉണ്ടേന അത് ഇടണം. പിന്നെ ഒരു പ്രാവശ്യം നൈസായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. സോ ഇപ്പോൾ ഞാനിത് നൈസായിട്ട് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇപ്പൊ കുറച്ച് 2 മിനിറ്റ് നമുക്ക് ഇത് അടിച്ചു വെക്കാം. സോ അത് കുറച്ച് നമ്മുടെ മസാല കുറച്ച് അങ്ങനെ പിടിക്കും. നമ്മുടെ സോയാബീൻക്ക് സ്ലോ ഫ്ലെയിമിൽ വെക്കണം. സോ ഇപ്പോൾ 2 മിനിറ്റ് ആയിണ്ട്. നമുക്ക് തുറക്ക നോക്കാം. നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ നല്ല ടേസ്റ്റി സോയാബീൻ ഉപ്പേരി റെഡി ആയിണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് കുറച്ച് നമ്മുടെ മല്ലി ഇല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അങ്ങനെ മുകളിൽ ഇടണം. പിന്നെ അത് ഒരു പ്രാവശ്യം പിന്നെ ഇളക്കി കൊടുക്കാം. മതി. നോക്കൂ, നല്ല ടേസ്റ്റി നമ്മുടെ സോയാബീൻ ഉപ്പേരി റെഡി ആയിണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റി നമ്മുടെ സോയാബീൻ ഉപ്പേരിക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആണ് ഫ്രണ്ട്സ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ ട്രൈ ചെയ്തിട്ട് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. സോ ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ ഇത് കുറച്ച് ടേസ്റ്റ് ചെയ്യും. ഇത് നമുക്ക് ചപ്പാത്തി പിന്നെ ചോറു എല്ലാം കൂടെ ഇത് നല്ല ഒരു ടേസ്റ്റി ഉപ്പേരിയാണ് ഫ്രണ്ട്സ്. കഴിക്കാം. നല്ല ടേസ്റ്റി നമ്മുടെ മസാല ആയിണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റി ഉപ്പേരി ആയിണ്ട്.
സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈ ആയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയ സോയാബീൻ ഇത് നല്ല ടേസ്റ്റിയാണ് ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും അങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് സോയാബീൻ പിന്നെ അതിന് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇഷ്ടമാണ്. സോ ഞാൻ അത് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കും. അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ഉണ്ടേന ഫ്രണ്ട്സ് കുറച്ച് ചിലവരെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗാവിലേക്ക് പോകുന്ന അവരെ കുറച്ച് ചാറുമായിട്ട് തന്നെ ഉണ്ടാക്കും സോയാബീൻ. സോ അവരെ എങ്ങനെ മസാലക്ക് അത് കുറച്ച് കുക്ക് ചെയ്യും. പിന്നെ അതിന് ശേഷം അവരെ അങ്ങനെ സോയാബീൻ വരെ ഫ്രൈ ചെയ്യില്ല. സോയാബീൻ അങ്ങനെ വെറുതെ തന്നെ ഇടും. സോയാബീൻ പിന്നെ ഉരുളൻകിഴങ്ങ് ഉണ്ടേന അത് കൂടി ഉണ്ടാക്കും. സോ കുറച്ച് ഉരുളൻകിഴങ്ങ് എടുത്ത് അത് കുറച്ച് സോയാബീൻ പിന്നെ ഉരുളൻകിഴങ്ങ് അത് മസാല കൂടി കുറച്ച് 2-5 മിനിറ്റ് നമുക്ക് അങ്ങനെ എന്താ പറയുന്നത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. സോ അത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് അത് ഫ്രൈ ആവണം കുറച്ച് അങ്ങനെ 2-5 മിനിറ്റ്. പിന്നെ അതിന് ശേഷം അവർ കുറച്ച് വെള്ളം ഇടും. പിന്നെ അത് ഒരു ചാറു മാത്രമേ ഒരു സോയാബീൻ ഉപ്പേരി ഉണ്ടാവും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കൂടി രസമുണ്ട് കുറച്ച് കഴിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ അത്രയും അങ്ങനെ സോയാബീൻ ഫ്രൈ ചെയ്യില്ലെങ്കിൽ അത് ഇത്ര ഇഷ്ടമില്ല. സോ ഞാൻ അത് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഞാൻ റോസ്റ്റ് മീൻസ് നൈസായിട്ട് ഫ്രൈ ചെയ്യും പിന്നെ അത് ഉണ്ടാക്കും. പിന്നെ നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ്. ഇഷ്ടമെങ്കിൽ ഇത് പിന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ഒരു റെസിപ്പി ഉണ്ട്. പിന്നെ ഇത് സോയാബീൻ നമ്മുടെ ഹെൽത്തേക്ക് കുറച്ച് നൈസിനെ ഉണ്ട് ഫ്രണ്ട്സ്. ഇത് കുറച്ച് ഹെൽത്തി ആണ്. നമുക്ക് ഇതിന് കുറച്ച് കൂടുതൽ പ്രോട്ടീൻസ് കിട്ടും. പിന്നെ നമ്മുടെ മുടി പിന്നെ എന്താ പറയുന്നത് സ്കിൻ ബോഡി ഹെൽത്ത് അതൊക്കെ ഇത് നല്ലതാണ്. സോ അത് വേണ്ടിയിട്ട് നമുക്കത് കുറച്ച് കഴിക്കണം. പിന്നെ അങ്ങനെ സോയാബീൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വന്നു, സജ്ജിൽ ഉണ്ടേന അവർ അങ്ങനെ വെറുതെ സോയാബീൻ കഴിക്കും. അവർ കുറച്ച് അങ്ങനെ ബോഡി മീൻസ് എന്താ പറയുന്നത് അവർ കുറച്ച് വർക്കൗട്ട് ചെയ്യും. സോ അതൊക്കെ വേണ്ടിയിട്ട് അവർ കുറച്ച് അങ്ങനെ വെറുതെ സോയാബീൻ അങ്ങനെ കഴിക്കും. അവൻ പറയും ഇതിലേക്ക് കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്. അതൊക്കെ നമുക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സ്, ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു. സോ അങ്ങനെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമാവും സോയാബീൻ. പിന്നെ ഇതിൽ വേണമെങ്കിൽ വേറെ ദിവസം ഞാൻ സോയാബീൻ എടുത്ത് നമ്മുടെ പനീർ ഉണ്ടേന അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അത് കുറച്ച് പനീർ സോയാബീൻ ഉരുളൻകിഴങ്ങ് ക്യാപ്സിക്കം അതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. അത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. അത് വേറെ ദിവസം ഞാൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യും. സോ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെല്ലൈക്കനിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ എൻ്റെ ചാനലിലേക്ക് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇതായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ കൂടെ സോയാബീൻ ഉപ്പേരി ഷെയർ ചെയ്തു റെസിപ്പി. നല്ല ടേസ്റ്റ് റെസിപ്പിയാണ്, നോക്കൂ നല്ല ടേസ്റ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ.